ഇറാഖിന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഏറെക്കുറെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുകയും യുദ്ധം വേണോ വേണ്ടേ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ തന്നെ അമേരിക്കയ്ക്ക് ഒരു ഏകാഭിപ്രായം ഇല്ലാതിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതിയൊരു ഭീഷണിപ്പെടുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാഖിന് നേരെ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നൂറി അൽ മാലിക്കിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ പാടില്ല. 2006-2014 കാലഘട്ടത്തിൽ ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു നൂറി അൽ മാലിക്കി എന്ന് പറയുന്ന ആൾ. 2026 അതായത് ഈ വർഷം ഏകദേശം മധ്യത്തോടു കൂടിയാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അത് ഏപ്രിൽ മാസത്തോടു കൂടി എന്ന് പറയുന്നുണ്ട്, അടുത്ത മാസം എന്ന് പറയുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും നൂറി അൽ മാലിക്കിയെ പ്രധാനമന്ത്രിയാക്കി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ഈ ഭീഷണി സംബന്ധമായിരിക്കുന്ന കാര്യമായിട്ട് നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്ന് വൈറ്റ് ഹൗസിൻ്റെ ചില വൃത്തങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമാണ്. ഇറാനുമായിട്ടുള്ള ബന്ധം ഒരു നിലക്കും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. സാമ്പത്തിക സഹായങ്ങളടക്കം നിർത്തലാക്കി മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങൾ ശ്രമിക്കപ്പെടും എന്ന തരത്തിലാണ്. അപ്പോൾ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ നിയമപരമായി ഈ സായുധപരമായിരിക്കുന്ന ഇടപെടലാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ല. സദ്ദാം ഹുസൈൻ്റെ ഭരണത്തിന് ശേഷം പിന്നീട് അവിടെ വന്നിരിക്കുന്ന ഭരണാധികാരികളൊന്നും ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന കാലാവധി പൂർത്തീകരിച്ചതല്ല. രാജ്യത്തിൻ്റെ സമൃദ്ധമായിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയതല്ല. എന്നാൽ അമേരിക്ക നിരന്തരം ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാറുണ്ട്. അവരുടെ സൈനിക ബേസ് അവിടെ ഉണ്ട്. ആ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാറുണ്ട്. അങ്ങനെ നല്ലൊരു ബന്ധത്തിലല്ല ഇറാഖും അമേരിക്കയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ ഭീഷണി കൂടി വന്നതോടുകൂടി ഈ മേഖല ഒന്നുകൂടി സങ്കീർണമായിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് നിലപാടിനെ അവർ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി മറ്റൊരു രാജ്യം അവരുടെ അധികാരം ഉപയോഗിക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രമായിരിക്കുന്ന ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. അതുകൊണ്ട് ഇവിടുത്തെ ഭരണഘടനാപരമായ രീതിയിൽ ഈ രാജ്യത്തിലെ പൗരന്മാർക്കുള്ള എന്തൊക്കെ സഹായങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പൗരന്മാർക്ക് അവകാശം നൽകിയിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രമേ നീങ്ങൂ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക മറുപടി അല്ല, അനൗദ്യോഗികമായിട്ടാണ് എന്ന റിപ്പോർട്ട് കാണുന്നു. 2014-18 വർഷത്തിൽ ഹൈദർ അൽ അബ്ദി എന്ന് പറയുന്ന ആളായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നത്. അത് ഏറെക്കുറെ ഒരു ശാന്തനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് 18 കഴിഞ്ഞു. ഈ അതിനുശേഷം 2018 തന്നെ മെയ് മാസത്തോടു കൂടി 2020 വരെ ഏകദേശം 2 വർഷം ആദിൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ആൾ പ്രധാനമന്ത്രിയായി വന്നു. 2020-22 കാലഘട്ടത്തിൽ മുസ്തഫ അൽ കാമിയ എന്ന് പറയുന്ന ആൾ അധികാരത്തിൽ വന്നു. 22-26 വർഷത്തിൽ, അതായത് ഇപ്പം നമ്മൾ നിലനിൽക്കുന്ന വർത്തമാന കാലത്തിൽ ഷിയ അൽ സുദാനി എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഇറാഖിൻ്റെ പ്രധാനമന്ത്രി. ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ ഭരണം മാറിയതിനു ശേഷം അവിടെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനം, പരസ്പര ഐക്യത്തോടു കൂടി ഐക്യപൂരിതമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് എന്ന് പറയുന്നത് ഷിയ വിഭാഗം കൂടുതലുള്ളതും സുന്നികൾ കുറവുള്ള സ്ഥലം. 60%-ലധികം ഷിയാക്കളായിരുന്നു. 40% അല്ലെങ്കിൽ 40% ആ റേഞ്ചിലാണ് യഥാർത്ഥത്തിൽ സുന്നികൾ വരുന്നത്. എന്നാൽ സുന്നിയായിരുന്നു സദ്ദാം ഹുസൈൻ. സുന്നിയായിരിക്കുന്ന സദ്ദാം ഹുസൈൻ ഷിയ എന്ന് പറയുന്ന ഭൂരിപക്ഷ വിഭാഗത്തെയും അടക്കി ഭരിക്കുന്ന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭരണം മാറിയതോട് കൂടിയിട്ടാണ് പിന്നീട് ഒരു കരാർ വ്യവസ്ഥ. അതിന് പറയുന്നത് ഇങ്ങനെയാണ്: സെലക്ടേറിയൻ പവർ ഷെയറിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. സെലക്ടേറിയൻ പവർ ഷെയറിംഗ് സിസ്റ്റം അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഷിയ മുസ്ലിം ആയിരിക്കണം എന്നാണ് അതിൻ്റെ നിയമം അതിൽ പറയുന്നത്. പ്രസിഡൻ്റായിട്ട് കുർദ് വംശജരാണ്. കുർദ് വംശജർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഇറാഖ് എന്ന് പറയുന്നത്. ചില ഏരിയകളിലൊക്കെ ഈ കുർദ് വംശജരാണ് സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് അയാളുടെ സൈന്യമായിട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടിയത്. ഈ വിഭാഗത്തെ, ഈ കുർദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ രാസായുധം ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. ഇവരിൽപ്പെട്ട ചില വിഭാഗം അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിരോധ വകുപ്പിൽപ്പെട്ട പ്രധാനിയാണ് ഇത് ചെയ്തത് എന്നും അന്ന് പറയപ്പെട്ടു. അത് വലിയ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയായതാണ്. പിന്നീട് ഈ അലി എന്ന് പറയുന്ന ആളെ കെമിക്കൽ അലി എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ഈ ലോക്സഭാ സ്പീക്കർ എന്ന് പറഞ്ഞത് സുന്നി വംശജരാവണം. അപ്പോൾ പ്രധാനമന്ത്രി ഷിയ,
പ്രസിഡന്റ് കുർദുകൾ, സ്പീക്കർ സ്ഥാനത്ത് സുന്നികൾ. ഈ രീതിയാണ് അവിടെ തുടർന്നു വരുന്നത്. ജനാധിപത്യ സംവിധാന പ്രകാരം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ രാജ്യത്തിലെ രീതിക്കനുസരിച്ച് തന്നെയാണ് പാർലമെൻറ്റിലെ ഭൂരിപക്ഷമുള്ള വിഭാഗത്തിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുക. ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക, സ്പീക്കറെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ അവിടെ മെജോറിറ്റി കിട്ടുന്നത്, ആ മെജോറിറ്റി കിട്ടുന്ന വിഭാഗമായിരിക്കും രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഇനി ആര് ഭരിച്ചാലും നിയമരീതിക്കനുസരിച്ച് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു അടിസ്ഥാനം. അവർ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്ത രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ പരിഗണിക്കണമെന്ന് പറയുന്നു. ഏതുപോലെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ മേഖല നിയന്ത്രിക്കപ്പെടുന്ന ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ പെട്ട ആളാവണം എന്നുള്ളത് അത് നിയമമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ പ്രധാനമന്ത്രിക്കാണ് ഏറ്റവും കൂടുതൽ സുപ്രീം പവർ ഉള്ളത്. അവരാണ് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടൽ നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ സൈനിക മേധാവികളുടെ ലീഡറായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി ആവണം സൈനികർക്ക് നിർദ്ദേശം നൽകേണ്ടത് എന്ന വ്യവസ്ഥ അവിടെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നീങ്ങുക എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡനുമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റുമാർക്കോ പ്രധാനമന്ത്രിക്കോ നല്ലൊരു ബന്ധമില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അത് പല ഘട്ടങ്ങളിലും അത് ജോ ബൈഡനോട് പറഞ്ഞിട്ടുണ്ട്, ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഭൂമികയിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ പാടില്ല. കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇറാനോട് ശത്രുതയില്ലാത്ത ഞങ്ങളെ ഭൂമികയിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് ആക്രമിക്കുക? അങ്ങനെ വരുന്ന സമയത്ത് പ്രശ്നം എന്ന് പറയുന്നത് അവർ തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചടിക്കും. അപ്പോൾ ശത്രുതയില്ലാത്തൊരു വിഭാഗത്തെ ശത്രുത ഉണ്ടാക്കുന്ന ഈ പ്രവർത്തനത്തെ നിങ്ങൾ മാറി നിൽക്കണം എന്ന് ജോ ബൈഡനോട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രസിഡന്റും പറഞ്ഞതാണ്. ജോ ബൈഡൻ എന്നാൽ അത് അംഗീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കാര്യം 2500ഓളം സൈനികരാണ് ഇപ്പോൾ ഇറാഖിലുള്ളത് എന്നാണ് അനുമാനം. അതോടൊപ്പം തന്നെ യുദ്ധ സംവിധാന കാര്യങ്ങൾ, അവരുടെ ഈ സൈനിക ബേസുകൾ ഇതെല്ലാം ഉണ്ട്. ഈ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ച് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. നിലവിൽ തങ്ങളുടെ രാജ്യം ശാന്തമാണെന്നും മറ്റ് ഏതെങ്കിലും രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് സഹായം തേടാം, നിങ്ങളിപ്പോൾ പിരിഞ്ഞു പോകണം എന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു ജോ ബൈഡനോട് പറഞ്ഞത്. അത് അനുസരിക്കില്ലെന്ന് ഉറപ്പാണ്. കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്തും ഇതേ ആവശ്യം പറഞ്ഞു. അത് ഷിയാൽ സുദാനി എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാഖിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകില്ല എന്ന ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രു രാജ്യമാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അതിർത്തി രാജ്യത്തിലെ ഒരു നിയന്ത്രണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രാധാന്യമുള്ള വിഷയമായിട്ട് തന്നെ കാണുന്നു. കാരണം പല ഘട്ടങ്ങളിലും അവരുടെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് രീതികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാഖിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ കൂടി ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താല്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും ഇറാഖിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് അനുമാനം. നമ്മൾക്ക് അതങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിന് എതിരെ അഥവാ ഈ ഭരണ സംവിധാനത്തിൽ അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയും നൂറി അൽ മാലിക്കിനെ ഇനി അടുത്ത പ്രധാനമന്ത്രി ആക്കരുതെന്ന് പറയുന്ന സമയത്ത് ആക്കിക്കഴിഞ്ഞാൽ അത് പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് എന്ന് പറയുന്നത് അവർക്കുള്ള സാമ്പത്തിക സഹായം ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിരിക്കുന്ന ഇടപെടലുകളൊക്കെ പല ഘട്ടങ്ങളും നടത്താറുണ്ട്. UN സഭയുടെ അല്ലെങ്കിൽ UN-ന്റെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് അത്തരം രീതിയിലുള്ള ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ ഇവരോട് സഹകരിക്കാത്തവർക്ക് ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അങ്ങനെ ആയിരിക്കും അതിൻ്റെ തുടക്കം. പിന്നെ ഈ സൈനിക വിഷയത്തിലൊക്കെ ഒരുപക്ഷെ ഇടപെടാനൊക്കെ സാധ്യതയുണ്ട് എന്നും അനുമാനിക്കാം. ഇതിനിടയിൽ തന്നെ സദാമിൻ്റെ കാലഘട്ടത്തിൽ ഭരണം അട്ടിമറിഞ്ഞ് പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ വന്ന് ഏതാനും ആഴ്ചകൾക്കിടയിൽ അന്നത്തെ ജോർജ് ബുഷ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഞങ്ങൾക്കനുസരിച്ച് അതല്ലെങ്കിൽ അവർ പറഞ്ഞ സമയത്ത് പൊതുവേദി എന്നൊക്കെ പറയാം, അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ എന്നൊക്കെയാണ് അവർ പറയുക.
ആ രീതിക്കനുസരിച്ച് ഭരണം നടത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനം ഞങ്ങൾ കൊണ്ടുവരുന്നു. സദ്ദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിച്ച് പുതിയൊരു ഭരണം അധികാരത്തിൽ വന്ന് ആ അധികാരികൾ അധികാരം നടത്തുന്നതിനിടയിലാണ് പുതിയൊരു പ്രഖ്യാപനം ബുഷിൻ്റെ ഭാഗത്ത് വന്നത്. അപ്പോൾ ഇവർക്ക് അധികാരം അട്ടിമറിക്കുക, പുതിയ അധികാരത്തിലേറ്റുക, രാജ്യത്തകത്ത് പ്രശ്നം ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കുക, വിമതപക്ഷത്തെ സൃഷ്ടിക്കുക, അവർക്ക് ആയുധം കൊടുക്കുക എന്നതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരിക്കുന്ന കാര്യം. അവർ നിരന്തരം ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അവരങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് ഗുണ്ട ആക്ട് പോലെയുള്ള പ്രവർത്തനമാണ് അമേരിക്ക എല്ലാ കാലത്തും മൂന്നാം ലോക രാജ്യങ്ങൾക്കിടയിലൂടെ നടത്തിയത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നൂറി അൽ മാലിക്കിനെ ഇനി ഇറാഖിൻ്റെ പ്രസിഡന്റ് ആക്കരുത്, പ്രധാനമന്ത്രി ആക്കരുത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.